യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ എത്രമാത്രമാണ് ഈശോയിൽ ആശ്രയിക്കുന്നത്? പക്ഷെ നമ്മുടെ ഈശോയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മൾ ഈശോയെ ആശ്രയിക്കണം എന്നുള്ളതാണ് ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യമാണത്. നമ്മൾ തിരുവചനങ്ങളോട് കടന്നു പോകുമ്പോൾ ഏശയ്യ 58:11 പറയുന്നു, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത അരുവിയും പോലെയാകും നീ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ നിരന്തരം നയിക്കുന്ന ഒരു ദൈവം, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട പല മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും, നിരാശയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ നമ്മൾ ശരണം വയ്ക്കുമ്പോൾ, അവിടെ നമ്മുടെ യേശു ഇറങ്ങി വരും. ഞാൻ പറയാൻ കാരണം, പ്രത്യേകിച്ച് ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ, ഈ വിശുദ്ധ മാർട്ടിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുവാൻ പ്രത്യേക കഴിവുള്ള ഒരു വിശുദ്ധനാണ് ഇദ്ദേഹം. ഒരു ദിവസം ഒരു ദേവാലയത്തിൽ ഇങ്ങനെ ബലിയർപ്പിക്കുവാൻ കുർബാനയ്ക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ ഒരപ്പച്ചൻ ഈ വിശുദ്ധൻ്റെ അടുക്കലേക്ക് വന്ന് ഇങ്ങനെ പറയുകയാണ്, അച്ഛാ, എൻ്റെ മകൾ മരിക്കാറായിരിക്കുകയാണ്. ഒരു ശ്വാസം മാത്രമേ അവൾക്കുള്ളൂ, അവളുടെ ശരീരം മുഴുവനും നിശ്ചലമായി. അച്ഛൻ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മാർട്ടിൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ വിശുദ്ധനായ ഈ മാർട്ടിൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരു വല്ലാത്ത ഹൃദയത്തിൽ വല്ലാത്തൊരു ആകുലത, ഉത്കണ്ഠ ഇങ്ങനെ കടന്നു വന്നു. അപ്പോൾ പെട്ടെന്ന് ഈശോയിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച്, കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പൂർണ്ണമായിട്ടും ഈ മാർട്ടിൻ എന്ന് പറയുന്ന വിശുദ്ധൻ പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് ഈ മകളെ സമർപ്പിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് വന്നു, കുറച്ച് എണ്ണ എടുത്ത് വെഞ്ചരിച്ച് ഈ മകളെ തൊട്ടു ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ഈ നിശ്ചലമായി കിടന്ന ഈ മകൾ, വെറും ശ്വാസം മാത്രം വിട്ടുകൊണ്ടിരുന്ന ഈ മകൾ തക്ഷണം എഴുന്നേറ്റു നിന്നു എന്നാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഈ വിശുദ്ധ മാർട്ടിൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. പരിപൂർണമായിട്ടും മുട്ടുകൾ മടക്കി ആ കുഞ്ഞിൻ്റെ അടുത്ത് ഈ വിശുദ്ധ മാർട്ടിൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ മകൾ എഴുന്നേറ്റ് നിന്നു. ഇതേ പ്രതിസന്ധികളിലൂടെ, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്ന് പരാജയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണോ നമ്മളൊക്കെ കടന്നു പോകുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് മുട്ടുമടക്ക്, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവനുള്ള ഈശോയെ ഒന്ന് നിന്ന് വിളിച്ച് നിന്റെ സങ്കടം നീ ഒന്ന് പറഞ്ഞാൽ, നിശ്ചയമായിട്ടും ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ആ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥകളെയും ഒന്ന് വിട്ടുകൊടുക്കാം. കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ, കടഭാരം, എന്തു തന്നെ ആവട്ടെ, എൻ്റെ പ്രിയമുള്ളവർ, ഇതെല്ലാം നമ്മുടെ ഈശോയ്ക്ക് നിസ്സാരമാണ്.
ഇതെല്ലാം ഞാൻ കൂട്ടി വച്ചിരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ. എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്, എനിക്ക് പരിഹാരമില്ല. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും അവിടെ നിനക്ക് പ്രകാശം ഈശോ കാണിച്ചു തരും. നീ ഒന്ന് വിശ്വസിച്ചേ, നീ ഒന്ന് ആഗ്രഹിച്ചേ. ഈ സമയത്ത് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോയിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിതത്തിൻ്റെ എല്ലാം ഒന്ന് കൊടുത്തേ. ഈശോയോടത് പറഞ്ഞേ. വിശുദ്ധ മാർട്ടിൻ മുട്ടുമടക്കി കരങ്ങൾ വിരിച്ചു പിടിച്ച് ആ മകൾക്ക് വേണ്ടി ദൈവ തിരുമുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. ഇതേ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോ ഇന്നിവിടെയുണ്ട്. നിങ്ങളെയും തൊടുവാൻ, നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ. നിങ്ങളൊന്ന് ആഗ്രഹിച്ച് പരിപൂർണമായിട്ട് നിങ്ങളുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ജീവിതത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഒന്ന് കൊടുത്തേ. സ്വർഗത്തിലേക്ക് ഒന്ന് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, എല്ലാം ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ വിശ്വാസത്തോടെ പറയാം, ഈശോയെ നിന്നിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞേ. എന്റെ ജീവിതത്തിൽ നീ നിശ്ചയമായും ഇറങ്ങി വരുമെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി മനമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ എനിക്ക് എൻ്റെ ആശ്രയം യേശുവാണ്, യേശുവാണ് എൻ്റെ ആശ്രയം. ആ വലിയൊരു ബോധ്യത്തോടു കൂടി എല്ലാ മക്കളും കരങ്ങൾ അടിച്ച് പോരാ, ശക്തിയോടെ കരങ്ങൾ അടിച്ചേ. വലിയ വിശ്വാസത്തോടെ കരങ്ങൾ അടിച്ചേ. പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം സമർപ്പിച്ച് സർവശക്തനാമേശുവത്രേ ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ എനിക്കെന്റെ ആശ്രയമേശുവത്രേ. എല്ലാവരും ഒന്ന് ചേർന്ന് പാടാമോ? കരങ്ങൾ ഉയർത്തി അടിച്ച് യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരങ്ങൾ താഴ്ത്തി 2 വശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച് അടുത്തിരിക്കുന്ന ആളേക്കൊന്ന് നോക്കി വലിയ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക, ഈശോ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും, ഈശോ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും, ഈശോ എന്നെ തൊടും എന്നുള്ള വലിയ വിശ്വാസത്തോടെ എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്ന ഈശോ. അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. ചേർന്ന് പാടാമോ? യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ജീവിക്കുന്ന ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ ജീവിതത്തിലേക്ക്
എന്നെ കരം പിടിച്ച് നയിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ അടിച്ച്, കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ അടിച്ച്. ഈശോയെ, ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്നയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. ചേർന്ന് പാടി. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്നയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. കരങ്ങൾ ഉയർത്തി അടിച്ച്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരങ്ങൾ താഴ്ത്തി രണ്ട് വശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച്. സങ്കീർത്തനം 41:3. കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. എൻ്റെ പ്രിയമുള്ളവരെ, വലിയ വിശ്വാസത്തോടെ എല്ലാ മക്കളും ജീവിതത്തിൻ്റെ എല്ലാ നിയമങ്ങളെ ഒന്ന് സമർപ്പിച്ച് ഒന്ന് ചേർന്ന് പാടി ഒന്ന് ഈശോയെ ആരാധിച്ചേ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ചേർന്ന് പാടാമോ? ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. കരങ്ങൾ ഉയർത്തി അടിച്ച്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി. കരങ്ങൾ താഴ്ത്തി അടിച്ച് ശക്തമായി. യേശു മതി, ആ ആവർത്തിച്ച് സ്നേഹം മതി, തൻ ക്രൂശു മതി എല്ലാവരും ചേർന്ന് പാടിക്കേ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ശക്തമായി കരങ്ങൾ അടിച്ച്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച്, യേശുനാമം വിളിച്ചെന്ന് സ്തുതിച്ചേ. കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ നാമം വിളിച്ച്, അത്ഭുത നാമം വിളിച്ച്, സൗഖ്യം നൽകുന്ന നാമത്തെ വിളിച്ച്, വിടുതൽ നൽകുന്ന നാമത്തെ വിളിച്ച്. യേശുവേ, യേശു, 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 യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് എല്ലാവരും ചേർന്ന് പാടാമോ? യേശു മതി, ആ സ്നേഹം മതി, എൻ്റെ അപ്പാ, തൻ ക്രൂശു മതി എനിക്ക്. യേശുവേ, യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി,
യേശുവേ 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 മാത്രം മതി യേശുവേ മാത്രം മതി എൻ്റെ പ്രിയമുള്ളവരെ, യേശു മാത്രമാണ് നമ്മളെ ഒരിക്കലും കൈവിടാത്തവൻ. ഏത് പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അവന് മാത്രമേ നിങ്ങളെ ചേർത്ത് നിർത്താൻ പറ്റത്തുള്ളൂ. ആ യേശുവിനെ ഒന്ന് ചേർത്ത് പിടിക്കാമോ മക്കളെ? തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ സാറ എന്നൊരു മകളെ നമ്മൾ കാണുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ ജോലിക്കാര് അവളെ കളിയാക്കുകയും, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അവൾ കല്യാണം കഴിയും, ഭർത്താവ് മരിച്ചു പോകും. ഇങ്ങനെ ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു മകളായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ജോലിക്കാര് ഇവളെ കാണുമ്പോൾ കളിയാക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഭയങ്കര ഹൃദയവേദനയോടുകൂടി ഇതെല്ലാം കേട്ട് ഭയങ്കര ദുഃഖത്തിൽ അവൾ റൂമിൽ കടന്നു വന്ന് തൻ്റെ ജോലിക്കാരുടെ, പ്രത്യേകിച്ച് തൻ്റെ അപ്പൻ്റെ ജോലിക്കാരുടെ പരിഹാസം കേട്ട് ഹൃദയം നൊന്ത് വേദനയോടെ നിൽക്കുമ്പോൾ പലവിധ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അവളുടെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കാതെ ദൈവത്തിൻ്റെ മുൻപിൽ ആ ജനാല തുറന്ന് ദൈവത്തിൻ്റെ മുൻപിൽ അവൾ ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, അവളുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ മേൽ ദൈവം ഇറങ്ങി വന്നു, അവളെ അനുഗ്രഹിച്ചു. തോബിത്ത് 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ തോബിത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും തോബിത്ത് ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്ത് കടന്നുപോയ ഒരു വ്യക്തി അവസാനം സ്വന്തം കണ്ണിൽ കാഷ്ടം വീണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവനും ചങ്കുപൊട്ടി ദൈവത്തിൻ്റെ മുൻപിൽ ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഇവരുടെ 2 പേരുടെയും ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി വന്നു. അവർക്കറിയാമായിരുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഒരിക്കലും കൈവിടത്തില്ലെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോ മകനും മകളും ഈ സമയം വിശ്വസിക്കുക, എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. ഒരു വലിയ ബോധ്യത്തിൽ ഈ സമയമായിരിക്കുക. ഈ സാറായിക്കും തോബിത്തിനുമുണ്ടായ അതുപോലുള്ള അനേകം പ്രശ്നങ്ങൾ നമുക്കുമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നമുക്കും പറയാൻ പറ്റണം, നമ്മുടെ യേശു നമ്മളെ കൈവിടത്തില്ല എന്ന്. അവർ വലിയ വിശ്വാസത്തോടെ, വലിയ ബോധ്യത്തോടു കൂടി ഈ സമയം ദൈവത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്കായിരിക്കാം.
യേശു എന്നെ കൈവിടില്ല. അതേ മക്കളെ, യേശു കൈവിടത്തില്ല. മഹാമാരി വന്നാലും മാറാരോഗം വന്നാലും എന്റെ യേശു എന്നെ കൈവിടില്ല. വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ യേശു ഒരു നാളും നിന്നെ കൈവിടത്തില്ല. നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു നിനക്കുണ്ട്. ആ യേശുവിൻ്റെ ആ താതൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുത്തുകൊണ്ടായിരിക്കാം. താതൻ എന്നെ മറന്നാലും അമ്മ എന്നെ വെറുത്താലും എന്നെ മറന്നാലും അമ്മ എന്നെ വെറുത്താലും എന്റെ യേശു എന്നെ കൈവിടില്ല. വിശ്വാസത്തോടെ പാടാമോ? എന്റെ യേശു എന്നെ കൈവിടില്ല. ഹല്ലേലൂയ, 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 എല്ലാവരും ചേർന്ന് പാടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് ഞെരുക്ക അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അതിനെല്ലാം ഉത്തരം യേശുവിൻ്റെ കയ്യിലുണ്ട്. നീ ഒന്ന് ആശ്രയിച്ചാൽ മാത്രം മതി, അവൻ ഇറങ്ങി വരും. ഈശോയേ, ലോകർ എന്നെ വെറുത്താലും ഉറ്റവർ എന്നെ മറന്നാലും ലോകരെന്നെ വെറുത്താലും ഉറ്റവരെന്നെ മറന്നാലും എന്റെ യേശു എന്നെ കൈവിടില്ല. ഒന്ന് ചേർന്ന് പാടാമോ? എന്റെ യേശു എന്നെ കൈവിടില്ല. ഹല്ലേലൂയ, എല്ലാവരും പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്നെ ഇതാ നിന്റെ കുരിശോട് ചേർത്ത് ഞങ്ങളിതാ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും അവിടുത്തെ തിരുക്കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ആശ്രയം അങ്ങ് മാത്രമാണ്. അപ്പാ, ഇറങ്ങി വരണമേ. പാപച്ചേറ്റിൽ വീണാലും ശത്രുവിൻ കെണിയിൽ പെട്ടാലും പാപച്ചീറ്റിൽ വീണാലും ശത്രുവിൻ കെണിയിൽ പെട്ടാലും എന്റെ യേശു എന്നെ കൈവിടില്ല. എന്റെ യേശു എന്നെ കൈവിടില്ല. ഹല്ലേലൂയ, എല്ലാവരും കരങ്ങൾ വീശി പാടാമോ? ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ചേർത്ത് പിടിച്ച് ഈശോയെ എന്ന് മാത്രം വിളിക്കുക. ഈശോയെ 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 ഈശോയുടെ തിരുമുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു തീരുമാനം ഈ സമയമെടുക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും നിന്നിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ സമയത്ത്. റോമ 8:35 പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ എന്തു തന്നെ ആവട്ടെ, ഒരു വലിയൊരു തീരുമാനം നമുക്കെടുക്കാം. എന്തു തന്നെ പ്രശ്നമുണ്ടാകാനും ആ പ്രശ്നങ്ങളെല്ലാം ഇനിയുള്ള കാലം എൻ്റെ യേശുവിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട ഒരു മകനും മകളുമായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അതിന് നീ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, ഈശോയെ, ഈശോയെ, ഈശോയെ. ആമേൻ.